പാക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ കൊണ്ടുവരുന്നത് ഇവിടെ കസ്റ്റമേഴ്സ്? അതെ, ഇവിടെ കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്നത് പാക്ക് ചെയ്തിട്ടാണ്. ഈ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അവരോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, എന്താണ് സാധനങ്ങൾ. അത് അവരൊരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റാണ് നോക്കും. അത് അവരോട് നമ്മൾ ചോദിക്കും. നല്ല പേക്ക് അപ്പോൾ ഓക്കെ, നല്ല പേക്കാണ്. പിന്നെ നമ്മൾ നാട്ടിലെത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നമ്മൾ റെസ്പോൺസിബിൾ ഇല്ലെന്ന് അവരോട് ആദ്യം തന്നെ പറയും. ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയാൻ വില്ലിങ് ആയിരിക്കും ഇന്നതൊക്കെയാണ് അതിൻ്റെ അകത്തുനിന്ന്. പൊതുവെ എല്ലാവരും നമ്മളോട് ഇന്നേ വരെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും അങ്ങനെ പറയും, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ അങ്ങനെ അധികം ആരും നമ്മളങ്ങനെ ചീറ്റ് ചെയ്യാറില്ല. ഇവിടെ ഒരു വിശ്വാസമാണ്. അതേപോലെ തന്നെ നമ്മളെ അവർ വിശ്വസിക്കണം. കാരണം നമ്മളത് ആദ്യം തന്നെ അവരോട് പറയുന്നത് വെച്ചാൽ ഇത് ഉള്ളിൽ പൊട്ടുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ശരിക്കും പാക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ, പൊട്ടിക്കഴിഞ്ഞാൽ എന്നെ ഒന്ന് പറയരുത് എന്ന് പറയാം തന്നെ. കാരണം വെച്ചാൽ അത് അങ്ങനെയാണ് അതിൻ്റെ റീപാക്കിംഗ് ഉണ്ട്. റീപാക്കിംഗ് എന്ന് വെച്ചാൽ ഓൾറെഡി അത് നമ്മൾ പണ്ട് മുതലേ റീപാക്കിംഗ് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് വിടാറ്. അത് പാക്കിങ് അത് അവർ ഓൾറെഡി അത് ചോദിക്കും അവരോട് അങ്ങനെ പാക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. ഇത് എനിക്ക് തോന്നുന്നു കാർഗോ സർവീസ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉള്ള ഒരു ബിസിനസ് ആയിരിക്കും. തീർച്ചയായിട്ടും. കൃത്യസമയത്ത് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട് എത്താത്ത വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എനിക്കിപ്പോൾ ഉണ്ടായിട്ടില്ല ഇന്നേവരായിട്ട്. പിന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ ചില സമയങ്ങൾ നമ്മൾ പറയുന്ന സമയത്തിന് കുറച്ച് മാറ്റങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ 10 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുമ്പ് 15 ദിവസമാണ് പറഞ്ഞിരുന്നത്. ഈ 15 ദിവസം പറഞ്ഞത് എന്താ സംഭവിച്ചത്? എയർലൈൻസിന് നമ്മൾ സാധനം കൊടുക്കുമ്പോൾ അവരോട് നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ച് അത് ഇത്ര ദിവസം ഇന്ന് തന്നാൽ നാളെ അവിടെ എത്തും, മറ്റന്നാൾ അവിടെ എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയുമ്പോൾ കൊടുക്കണം. പക്ഷെ അത് അവർ തെറ്റിക്കും. എയർലൈൻസ് ഡിലേ വരുമ്പോൾ നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞ വാക്കിനൊരു വ്യതിചലിച്ചു. ഓവർലോഡ് വരുന്നതും പിന്നെ അങ്ങനെ സംഭവിക്കാം. ചില സമയത്ത് അവർക്ക് ഇവിടുന്ന് ഇത്രാം തീയതി ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ദുബായ് ഫ്ലൈറ്റാണ്, എമിറേറ്റ്സ് ആണെങ്കിൽ അവർ ചിലപ്പോൾ ഇവിടുന്ന് സാധനം കൊണ്ട് അങ്ങോട്ട് എടുക്കുക, അവിടെ നിന്ന് പിന്നെ സാധനം ലോഡ് ചെയ്യാൻ നേരത്ത് ഓവർലോഡ് ആകുമ്പോൾ അവർ നമ്മുടെ അവിടെ ചിലപ്പോൾ ഇടും. അപ്പോൾ വളരെ ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ട ഒരു ബിസിനസ് ആയിരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും. കൊണ്ട് തരുന്ന ഉത്തരവാദിത്തപ്പെട്ട് കസ്റ്റമർ ആയിരുന്ന ആ വസ്തു വളരെ ക്ലിയർ ആയിട്ട് അവിടെ എത്തണം. ശരിക്കും പറഞ്ഞു എത്തി കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവുന്നിരിക്കും. കിട്ടിയെന്നല്ല, എത്തിയിട്ട് ഇത് കസ്റ്റമേഴ്സിൻ്റെ വീട്ടിലെത്തിയിരിക്കണം. വീട്ടിലെത്തിയാൽ മാത്രമേ നമുക്കൊരു സന്തോഷവും അതേ ഒരു ടെൻഷൻ ഇല്ലാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാർഗോയുടെ പ്രോഫിറ്റ് വരുന്ന കമ്മീഷൻ ആയിരിക്കും? ഇല്ല, പ്രോഫിറ്റ് കമ്മീഷൻ നമ്മുടെ ചാർജ് തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം മറ്റുള്ള അപേക്ഷ ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ ഒരു ഓഫീസുണ്ട്, നാട്ടിൽ വണ്ടി എടുത്തു പുതിയതായിട്ട് തന്നെ. ഇപ്പോൾ തുടങ്ങിയ മുമ്പ് നമ്മളിപ്പോൾ നമ്മുടെ തന്നെ സുഹൃത്തിൻ്റെ വണ്ടിയിലും സുഹൃത്തിൻ്റെ ഒക്കെ ആദ്യം തുടങ്ങുമ്പം പല ആളുകളും അങ്ങനെ തുടങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വണ്ടിയായി, ഓഫീസായി, അവിടുത്തെ ജനങ്ങളായി, അവിടുത്തെ വെച്ചാൽ കൂടുതൽ സ്റ്റാഫായി, ഇങ്ങനെ എല്ലാം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാർഗോ ഇതുള്ളത് ഐലൻഡ് ഭാഗത്താണ് മെയിനായിട്ട്. അത് സീ കാർഗോണ് മെയിനായിട്ട് ഇപ്പോൾ ഐലൻഡിലുള്ളത്. ഇപ്പോൾ എയർപോർട്ടും അവിടെ നിന്ന് മാറിയില്ല. അതെ. അപ്പോൾ ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒന്ന് കളക്ട് ചെയ്യും. നെടുമ്പാശ്ശേരി എയർപോർട്ട് കളക്ട് ചെയ്ത് അവിടെ തന്നെ നമ്മുടെ ഓഫീസുണ്ട്. നെടുമ്പാശ്ശേരി അടുത്ത് തന്നെ ഒരു വലിയ സ്റ്റോർ. ഈ പേര് തന്നെയാണോ? പേര് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ പേപ്പേഴ്സ് എന്ന് വെച്ചാൽ അവിടെ പേരും ബോർഡും ഒന്നും ഇതായിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല. പക്ഷെ എന്നാലും ഓഫീസ് ഈ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ ഈ അൽസ്വീസ് കാർഗോയിൽ? അൽസ്വീസ് കാർഗോയിൽ ഇപ്പോൾ സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ 8 പേരുണ്ട്. എന്തൊക്കെയാണ് ജോലി ചെയ്യുന്നവർ? അവർ മെയിനായിട്ട് ഇവിടെ പാക്കിങ്, പിന്നെ സാധനം പുറത്ത് പോയി കളക്ട് ചെയ്യാം. ചിലപ്പോൾ വാഹനമുണ്ട്. നമ്മുടേത് 2-3 വണ്ടിയുണ്ട്. അത് പിക്കപ്പ് ഉണ്ട്, ഉറുവാൻ വേനുണ്ട്. വിളിച്ച് പറയുമ്പോൾ നമ്മൾ അത് ഏത് റൂമാണെന്ന് വെച്ചാൽ ഏത് സ്ഥലത്താണ് അവിടെ പോയി കളക്ട് ചെയ്യും. സ്റ്റാഫെല്ലാം മലയാളികളാണ്? എല്ലാം മലയാളികളാണ്. എവിടെയുള്ളവരൊക്കെ? മലയാളികളെല്ലാവരും ഇപ്പോൾ ഒരാൾ കോഴിക്കോട് വടകരയിലുള്ളത്, ഒരാൾ കണ്ണൂരുള്ളത്, പിന്നെ തൃശ്ശൂർ എടക്കയ്യൂരുള്ളത്, പിന്നെ മാറഞ്ചേരിയിലുള്ളത്, കൊച്ചിയിലുള്ളതുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വളരെ സഹകരിച്ച് ഒരു ബിസിനസ്സാണ്. തീർച്ചയായിട്ടും. നിങ്ങൾ മുതലാളി തൊഴിലാളി ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു മുതലാളിയാണ് റസാഖ്. ഇത് എടുക്കുന്ന സമയത്താണ് കാലൊളിങ്ങി പോയത്. അല്ലാണ്ട് മുതലാളിയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു ഇതില്ല. അതാണ് നമ്മുടെ വിഷയം. വേറെ എവിടെയെങ്കിലും ഇതിലെ സ്ഥാപനങ്ങളുണ്ടോ? ഉണ്ട്. നമ്മുടേത് അൽക്കോറിലുണ്ട്. ദോഹയിലെ അൽക്കോറിൽ ദുബായ് കാർഗോ എന്ന് പറഞ്ഞ പേരിലാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ പേര് തന്നെ തുടങ്ങാത്ത? ഇല്ല, നമ്മളത് പേരൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
പിന്നെ ഒരു പേര് ദുബായ്ക്ക് നമുക്ക് ദുബായിൽ തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല നേരത്തെ. അപ്പോൾ ആദ്യം ദുബായി പോയി, നൗഫൽ പോകത്ത് ദുബായി പോയി, അവിടെ പോയിട്ട് എല്ലാം സെറ്റിൽ ചെയ്തു. അവിടെ അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയണം, ഈ തുടങ്ങാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് നമുക്ക് അടക്കം നോക്കിയിട്ട് അവിടെ സൂക്ക് നൈഫിലായിരുന്നു. സൂക്ക് നൈഫിൽ തുടങ്ങുന്നത് വെച്ചാൽ അവിടെ എന്താ ചെറിയൊരു തീപിടുത്തമൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അത് ഉപേക്ഷിച്ചു. പിന്നെ വേറൊരു സ്ഥലം നോക്കാന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് കിട്ടിയില്ല. മനസ്സിലായി. അപ്പോൾ ആ ഒരു ഉദ്ദേശമൊക്കെ കൊണ്ടിട്ട് നമ്മൾ അന്ന് ദുബായ്ക്കാരൊന്നും അവിടെ ഇടാന്ന് വിചാരിച്ച ആ ഒരു പേരാണ് അൽക്കോറിൽ. അപ്പോൾ ഇപ്പോൾ അവിടെ ആരാ നോക്കുന്നത്? അവിടെ തൃശ്ശൂരുള്ള ഒരു പയ്യനുണ്ട്. അവർ പോകല്ലേ? നമ്മൾ ഇടയ്ക്ക് അവിടെ പോകും, എന്താ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോകും. ഞാൻ അവിടെ ഉണ്ടായിരുന്നാണ് 2-3 മാസം ഞാൻ വരുന്നായിരുന്നു അവിടെ ഇല്ലാതെ. തൃശ്ശൂർ പിന്നെ രണ്ടുപേരും തൃശ്ശൂർ തന്നെയാണ്. ഇത് കൂടാതെ വേറെ ഉണ്ടോ? പിന്നെ മമ്മൂറയിലുണ്ട്. മമ്മൂറ അതും ഈ പേരിലാണോ? അത് ഈ പേര് തന്നെ, മമ്മൂറയിൽ. മൂന്നും വളരെ നല്ല രീതിയിൽ പോകുന്നു. തീർച്ചയായിട്ടും നല്ല രീതിയിൽ. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ ഇനിയിപ്പോൾ ഇവിടെ തന്നെ 2-3 ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. മുമ്പേ ഉണ്ടായിരുന്നു ആ പ്ലാന്. അപ്പോൾ അത് കണ്ട് ശരിക്കാണ്ട് ക്ലിക്കായില്ല. അപ്പോൾ അവിടെ 2 ഇത് തുടങ്ങണം. പിന്നെ 2-3 വേറെ 2-3 സ്ഥാപനങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഇവിടെ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ദുബായിലേക്കും സൗദിയിലേക്കുമാണ് നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യുന്നത്. ഫാമിലിയൊക്കെ മാരീഡല്ലേ? മാരീഡാണ്. പിന്നെ കുട്ടികളൊന്നും ആയിട്ടില്ല. വൈഫ് ഇവിടെ ഉണ്ട്. വൈഫ് ഇവിടെ ഉണ്ട്. വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്. വൈഫിന്റെ പേരെന്താ? ജാസ്മിൻ. നാട്ടിലേക്കൊക്കെ യാത്രയിനിടയിൽ ഇപ്പോൾ എത്ര പ്രാവശ്യം പോയി വന്നു? 10-16? ഞാൻ വർഷത്തിൽ പോകും. വർഷത്തിൽ പോകും. ഞാൻ ഇപ്പോൾ പോയി വന്ന് 4 മാസമായിട്ടുള്ളൂ. ഒരു മാസം. ഒരുപാട് നാളൊക്കെ നിൽക്കും അവിടെ കൊച്ചിയിൽ? ഇപ്പം ഈ ലാസ്റ്റ് ദിവസം 1 മാസം നിന്നുള്ളൂ. അണ്ട് വൈഫിനായിട്ട് ഒരുമിച്ച് പോകുന്നു. പിന്നെയുള്ള വർഷങ്ങളൊക്കെ ഞാൻ 3 മാസം 6 മാസം നിൽക്കാറുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്താരാണ് കൊച്ചിയിൽ? സുഹൃത്ത് ഏറ്റവും അടുത്ത് ഒരുപാട് എല്ലാവരും ഏറ്റവും അടുത്ത് എല്ലാവരുമായിട്ടും ഭയങ്കര പ്ലേസിംഗ് ആണ് നൗഫൽ. എപ്പോഴും സന്തോഷം തോന്നുന്നൊരു മുഖമാണ്. എന്താണ് സന്തോഷത്തിന്റെ പുറകിലുള്ള രഹസ്യം? സന്തോഷം പുറകിലുള്ള രഹസ്യം എന്ന് ചോദിച്ചാൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരു കാര്യമില്ല. നമ്മുടെ ആ വിഷമം നമ്മുടെ മനസ്സിലിട്ട് ആട്ടി അത് വീണ്ടും ഒരു വിഷമം ഉള്ളതല്ലാണ്ട്. അപ്പം ഞാൻ ഉള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷിച്ച് തന്നെ. ടെൻഷൻ അടിക്കുന്ന പ്രകൃതം അല്ല എന്നാണല്ലേ? ഇല്ല, ടെൻഷൻ ഇല്ല.